കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിട്ട് 11 ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. CPM ജില്ലാ കമ്മിറ്റിയിൽ പോലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ കനത്ത തോൽവിയുടെ കാരണം മേയർ ആര്യ രാജേന്ദ്രൻ്റെ അഹങ്കാരവും കെടുകാര്യസ്ഥതയുമാണെന്ന വിമർശനമാണ് ഉയരുന്നത്. പക്ഷേ കോൺഗ്രസ് വോട്ട് മറിച്ച് BJPയെ വിജയിപ്പിച്ചു എന്ന ആ ഒരു പതിവ് പല്ലവി തന്നെയാണ് സൈബറിടങ്ങളിൽ CPM പ്രൊഫൈലുകൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ 2020 തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ LDFന് 52 സീറ്റാണ് ലഭിച്ചത്. NDAക്ക് 35 സീറ്റുകളും UDF 10 സീറ്റും വിജയിച്ചു. 3 സീറ്റുകളിൽ സ്വതന്ത്രനാണ് വിജയിച്ചത്. 3 മുന്നണികളുടെയും വോട്ട് വിഹിതം പരിശോധിച്ചാൽ LDFന് 42%, NDAക്ക് 32%, UDFനാകട്ടെ 21% വോട്ടാണ് അന്ന് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ BJPയേക്കാൾ 17 സീറ്റ് കൂടുതൽ ഉണ്ടായിരുന്ന LDFന് അവരെക്കാൾ 10% വോട്ട് കൂടുതലാണ് ലഭിച്ചിരുന്നത്. UDFന് കിട്ടിയതിൻ്റെ ഇരട്ടിയിലേറെ വോട്ട് LDFന് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സമഗ്രാധിപത്യമുള്ള വിജയമാണ് 2020 LDF കരസ്ഥമാക്കിയത്. ഇനിയിപ്പോൾ 2025 വരുമ്പോൾ കഴിഞ്ഞ തവണ 52 സീറ്റ് കിട്ടിയ LDF ഇത്തവണ നേടിയത് 29 സീറ്റുകൾ മാത്രമാണ്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയ BJP തങ്ങളുടെ സീറ്റുകൾ 35 നിന്നും 50 ഉയർത്തുകയും ചെയ്തു. UDF 10 നിന്നും UDFൻ്റെ സീറ്റുകൾ 19 എത്തിച്ചു. ഇനി വോട്ട് ഷെയറിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥ ചിത്രം തെളിയുന്നത്. കഴിഞ്ഞ തവണ 42% വോട്ട് നേടിയ LDF 7% കുറഞ്ഞ് 35% മാത്രമാണ് ഇത്തവണ നേടിയത്. NDAക്ക് 2% വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്, 32 നിന്നും 34 മാറിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പക്ഷേ ഏറ്റവും കൂടുതൽ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചത് UDF ആയിരുന്നു. കഴിഞ്ഞ തവണ ലഭിച്ച 21%-ത്തെ 26% വോട്ട് വിഹിതത്തിൽ വലിയ നേട്ടമാണ് UDF കൊയ്തത്. സത്യത്തിൽ ഇത്തവണ വോട്ടും സീറ്റും കുറഞ്ഞ മുന്നണി LDF തന്നെയാണ്. എന്നു മാത്രമല്ല, തീരദേശത്ത് ന്യൂനപക്ഷ വോട്ടർമാർ UDFന് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നഗരപ്രദേശങ്ങളിൽ BJPയെ തോൽപ്പിക്കുവാൻ ന്യൂനപക്ഷങ്ങൾ ഇത്തവണയും വോട്ട് ചെയ്തത് LDFനായിരുന്നു. പ്രചരണത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ മത്സരം തങ്ങളും BJPയും തമ്മിലാണ് എന്നുള്ള ഒരു നെറേറ്റീവ് ഉണ്ടാക്കിയെടുക്കുവാൻ ഭൂരിപക്ഷം വാർഡുകളിലും CPMന് സാധിച്ചിരുന്നു. അതും കൂടിയില്ലായിരുന്നെങ്കിൽ സീറ്റുകളുടെ എണ്ണത്തിൽ LDF UDFനും പുറകിൽ ഒരുപക്ഷെ പോയേനെ. ഈ വസ്തുതകൾ മുഴുവൻ മറച്ചുവെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി വ്യാജ പ്രചരണങ്ങൾ നടത്തുവാനാണ് CPM ഇപ്പോഴും പരിശ്രമിക്കുന്നത്. എന്തൊക്കെ കള്ളപ്രചരണങ്ങൾ നിങ്ങൾ നടത്തിയാലും കോർപ്പറേഷൻ ഭരണം താലത്തിൽ വെച്ച് BJPക്ക് കൊടുത്തതിൻ്റെ ശിക്ഷ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുമെന്നതിൽ തർക്കം വേണ്ട. നഗരത്തിലെ 4 നിയമസഭാ മണ്ഡലങ്ങളിലും CPM 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്ന ഫലമായിരിക്കും 2026 CPMനെ കാത്തിരിക്കുന്നത്.